ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിന്ന് ഓണം സ്പെഷ്യലായിട്ട് വ്യത്യസ്തവും അതുപോലെ നല്ല രുചികരവുമായിട്ടുള്ള ക്യാരറ്റ് പായസം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാട്ടോ. അപ്പൊ അധികം ചേരുവകളൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ക്യാരറ്റ് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വെയിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ 250 ഗ്രാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഇനി ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് ഞാനിതിപ്പോൾ എളുപ്പത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണത്. ഒരു ചെറിയൊരു പ്രഷർ കുക്കർ എടുക്കുക, അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ക്യാരറ്റ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ വറ്റിച്ചെടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ക്യാരറ്റ് കുക്കായിട്ട് വരണം. അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരണ വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ക്യാരറ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നെയ്യിൽ ഇട്ടിട്ട് ആ ക്യാരറ്റ് വഴറ്റിയെടുക്കുക. അതായത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് പായസം തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിലുള്ളൊരു രീതിയാണ്. കുറച്ച് ടേസ്റ്റും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമായിരിക്കും കേട്ടോ. സാധാരണ രീതിയിൽ കൂടുതൽ പേരും തയ്യാറാക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് പായസം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ക്യാരറ്റ് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വരണം. അപ്പോഴായിരിക്കും നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. തണുത്ത് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഈ ക്യാരറ്റിന്റെ കഷ്ണങ്ങളും അതോടൊപ്പം നമ്മളിത് വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അത്ര ഒരുപാട് വെള്ളമൊന്നുമില്ല. കറക്റ്റ് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കാൻ പോവാണ്. നല്ല പേസ്റ്റ് പോലെ, അതായത് തരികളൊന്നും ഉണ്ടാവരുത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴായിരിക്കും ക്യാരറ്റ് പായസം കാണാനും അതുപോലെ കുടിക്കാനും നന്നായിട്ടുണ്ടാവുക. ഈ ഒരു രീതിയിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഞാനിവിടെ 1 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കണത് കേട്ടോ. അപ്പോൾ പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക്, അതായത് ഫാറ്റ് ഒന്നും റിമൂവ് ചെയ്യാത്ത മിൽക്കായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ പായസം മാറും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, അധികം കട്ടിയില്ലാത്ത പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരുപാട് സമയം ഇത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ പാല് മുഴുവനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഈ പാല് ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ ക്യാരറ്റിന്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാലിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ 4.5 കപ്പ്, 250 ml കപ്പിൽ 4.5 കപ്പ്, കപ്പിലുള്ള മെഷർമെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പം കണ്ടില്ലേ, പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മാത്രമാണ് ഞാൻ ഇനിയിപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സ്, അതായത് ക്യാരറ്റ് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ തന്നെ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ടകളൊന്നും പോലൊക്കെ എടുക്കൊന്നുമില്ല. നന്നായിട്ട് തന്നെ പെട്ടെന്ന് മിക്സ് ആയിട്ട് വരും. പാൽ ഒരുപാട് തിക്കായിട്ടൊന്നല്ലല്ലോ ഇരിക്കണത്. പിന്നെ ചൂട് പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിരിഞ്ഞൊന്നും പോകുന്നില്ല. കറക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു കളർ വരുന്നുണ്ട് പായസത്തിന്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പായസമൊക്കെ തയ്യാറാക്കണ സമയത്ത് തിളച്ച് പോവാതെ നോക്കുക. തിളച്ച് പോയി കഴിഞ്ഞാൽ ആ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടില്ല. ടേസ്റ്റൊക്കെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ പായസമൊക്കെ തയ്യാറാക്കണ സമയത്ത് എപ്പോഴും അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ളൊരു പഞ്ചസാര ചേർത്ത് കൊടുക്കണം.
അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിലാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിലുള്ള മധുരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കാളും കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ പായസം കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴായിരിക്കും ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരിക. അപ്പോൾ തിക്കാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കരുത്. അപ്പോൾ പിന്നെ പുഡിങ്ങിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് മാറും കേട്ടോ തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോഴായിരിക്കും പായസം കൂടുതൽ ടേസ്റ്റി ആയിട്ടും വരിക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ പാലുണ്ടല്ലോ, അത് കുറച്ച് വറ്റി വരണം. അപ്പോൾ കുറച്ച് സമയമെടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരു 15 മിനിറ്റൊക്കെ തന്നെ മതി. കറക്റ്റ് ആയിട്ടുള്ളൊരു തിക്നെസ്സിലേക്ക് ഇത് വരും കേട്ടോ. പിന്നെ ക്യാരറ്റ് നമ്മൾ അരച്ച് ചേർത്തിട്ടില്ലേ, അപ്പോൾ അതും പെട്ടെന്ന് തന്നെ തിക്കാവാൻ വേണ്ടിയിട്ട് സഹായിക്കും പായസം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നിറച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ പായസമൊക്കെ ആകുമ്പോൾ സാധാരണ ഏലക്കായ നമ്മൾ ചേർത്ത് കൊടുക്കുമല്ലോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോട്ടെ കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യണുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ കറികളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ പാത്രം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എടുക്കണമെങ്കിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. എന്തെങ്കിലും കറികളുടെ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ പാത്രത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ആ കറിയുടെ ഒരു സ്മെല്ലും ചിലപ്പോൾ പായസത്തിന് വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ തിക്കാക്കി എടുക്കണ്ട കേട്ടോ. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി എന്തായാലും തിക്കായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ പുഡിങ്ങിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കാക്കി എടുക്കാം, അതും കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി കുടിക്കാം. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കുടിക്കണതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നട്ട്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് ബദാമും കാഷ്യൂനട്ടും പിസ്താഷിയോയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തത് മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കണില്ല. പകുതി ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നട്ട്സ് ചേർത്ത് കൊടുക്കണതിന് അങ്ങനെ അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ പായസം തയ്യാറാക്കില്ലേ, അതുപോലെ നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇത് വീണ്ടും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അല്ലാതുണ്ടെങ്കിൽ ഒരുപാട് തിക്കായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റിയും അതുപോലെ കളർഫുള്ളും ആയിട്ടുള്ള ക്യാരറ്റ് പായസം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നെയ്യൊന്നും താല്പര്യമില്ലാത്തവർക്ക് തയ്യാറാക്കാൻ പറ്റാവുന്ന നല്ലൊരു പായസത്തിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടത്. പിന്നെ നിങ്ങൾക്ക് നെയ്യ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതായത് പായസത്തിൽ എന്തായാലും നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ സദ്യ സ്റ്റൈൽ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണം സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിംഷാസ് കിച്ചണിൽ കയറി നോക്കിയാലും മതി, കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷമുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നതാണ്. ഇപ്പം കണ്ടില്ലേ, ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ക്രീമി ആയിട്ടുള്ളൊരു പായസമായിരിക്കും കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.